Good morning. Welcome to today's class. Plus 1 Mathematics, Chapter 1, Sets, Part 10. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെറ്റ്സിൻ്റെ ഓപ്പറേഷൻസ് പഠിച്ചു. യൂണിയൻ ഓഫ് സെറ്റ്സ്, ഇൻ്റർസെക്ഷൻ ഓഫ് സെറ്റ്സ്, ഡിഫറൻസ് ഓഫ് സെറ്റ്സ് ആൻഡ് കോംപ്ലിമെൻ്റ് ഓഫ് സെറ്റ്സ്. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതുമായി ബന്ധപ്പെട്ട എക്സസൈസ് ക്വസ്റ്റ്യൻസും ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ അപ്ലിക്കേഷൻസ് ഓഫ് സെറ്റ്സ് ആണ് ചെയ്യുന്നത്. അതായത് സെറ്റ്സിൻ്റെ ബേസിക്കായ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി സെറ്റ്സിൻ്റെ അപ്ലിക്കേഷൻസ് ആണ് പഠിക്കുന്നത്. പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഓൺ യൂണിയൻ ആൻഡ് ഇൻ്റർസെക്ഷൻ ഓഫ് ടു സെറ്റ്സ്. അതായത് വേർഡ് പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യുന്നത്. യൂണിയനും ഇൻ്റർസെക്ഷനും അതുപോലെ കോംപ്ലിമെൻ്റൊക്കെ ഉപയോഗിച്ചുള്ള വേർഡ് പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനു മുമ്പ് കുറച്ച് റിസൾട്ടുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അത് ഓരോന്നായിട്ട് നമുക്ക് പഠിക്കാം. Now consider two sets A and B and U is the universal sets. എയിലെ എലമെൻറ്റ്സ് ഏതൊക്കെയാ? 1, 2, 3, 4 അല്ലേ? A is equal to set 1, 2, 3, 4 and B is equal to set 5, 6, 7, 8, 9, 10. എയും ബിയും ആരുടെ സബ്സെറ്റാണ്? യൂണിവേഴ്സൽ സെറ്റിൻ്റെ സബ്സെറ്റാണ്. അപ്പോൾ ഈ എയിലെയും ബിയിലെയും എലമെൻറ്റ്സ് അല്ലാതെ യൂണിവേഴ്സൽ സെറ്റിൽ വേറെ മെമ്പേഴ്സ് ഒന്നുമില്ല. ദാറ്റ് ഈസ് യു ഈസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇനി എയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 4 എലമെൻറ്റ്സ് ആണുള്ളത് അല്ലേ? അതിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? എൻ ഓഫ് എ. എൻ ഓഫ് എ ഈസ് ഈക്വൽ ടു 4 ആൻഡ് എൻ ഓഫ് ബി ഈസ് ഈക്വൽ ടു 6. ബിയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 6 എലമെൻറ്റ്സ് ഉണ്ട്. ദർഫോർ എൻ ഓഫ് ബി ഈസ് ഈക്വൽ ടു 6. ഇനി എയിലും ബിയിലും കോമൺ ആയിട്ട് എലമെൻറ്റ്സ് ഉണ്ടോ? ഇല്ല. ദാറ്റ് ഈസ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു നൾ സെറ്റ് അല്ലേ? എയിലും ബിയിലും ഇവിടെ കോമൺ ആയിട്ട് എലമെൻറ്റ്സ് ഒന്നുമില്ല. എ ഇൻ്റർസെക്ഷൻ ബി എന്താണ് അപ്പോൾ? നൾ സെറ്റ് ആണ്. ദെൻ വട്ട് ഈസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി? എ ഇൻ്റർസെക്ഷൻ ബിയിൽ എലമെൻറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ ഇൻ്റർസെക്ഷൻ ബി. That is n of a intersection b is equal to 0. ഇനി what is n of a union b? a union b 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ് ആണ്. അപ്പോൾ a union bയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 10 എലമെൻറ്റ്സ് ഉണ്ട് അല്ലേ? ദാറ്റ് ഈസ് n of a union b is equal to 10 which is equal to 4 plus 6. ഈ 4ഉം 6ഉം ഏതാ? എയിലെ എലമെൻറ്റ്സ് അല്ലേ? എയിലെ എലമെൻറ്റ്സ് 4 നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആൻഡ് ബി ഈസ് ഈക്വൽ ടു 6. ദാറ്റ് ഈസ് 4 പ്ലസ് 6. ദാറ്റ് മീൻസ് എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി അല്ലേ? അതായത് ഇവിടെ എൻ ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു 10 കിട്ടിയിട്ടുണ്ട്. വിച്ച് ഈസ് ഈക്വൽ ടു 4 പ്ലസ് 6 ആണ്. 4 ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ ആൻഡ് 6 ഈക്വൽ ടു എൻ ഓഫ് ബി. ദാറ്റ് ഈസ് എൻ ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി അല്ലേ? ഇത് രണ്ട് ഈക്വലാണ്. എ യൂണിയൻ ബിയിൽ 10 എലമെൻറ്റ്സ് ഉണ്ട്. എയിൽ 4 എലമെൻറ്റ്സ് ഉണ്ട്. ബിയിൽ 6 എലമെൻറ്റ്സ് ഉണ്ട്. 4 പ്ലസ് 6 എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എൻ ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി എന്ന് കിട്ടി. അപ്പോൾ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണത്? എ ഇൻ്റർസെക്ഷൻ ബിയിൽ എലമെൻറ്റ്സ് ഒന്നും ഇല്ല അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എൻ ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി വേർ എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു 5. അപ്പം നമുക്കൊരു റിസൾട്ട് കിട്ടി. എന്താ കിട്ടിയ റിസൾട്ട്? എൻ ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി വേർ എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു 5. എയിലും ബിയിലും കോമൺ ആയിട്ട് എലമെൻറ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് ബി അതെ. അതാണ് ഈ എക്സാമ്പിളിൽ നിന്നും നമുക്ക് ക്ലിയർ ആയത്. അപ്പോൾ നമുക്ക് അതിന് റിസൾട്ടായിട്ട് എങ്ങനെ പറയാം? ഫോർ എനി ടു ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് എ ആൻഡ് ബി എൻ ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി. ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായി മനസ്സിലാക്കി പഠിക്കുക. ഫോർ എനി ടു ഡിസ്ജോയിൻറ്റ് സെറ്റ്സ്, അതായത് എയിലും ബിയിലും കോമൺ ആയിട്ട് എലമെൻറ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ എൻ ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 3 ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് എ ബി സി n of a union b union c is equal to n of a plus n of b plus
എൻ ഓഫ് സി. ഓക്കെ, അത് നോട്ടായിട്ട് ഓർത്തിരിക്കുക. ഇപ്പം നമ്മൾ രണ്ട് ഡിസ്ജോയിൻറ്റ് സെറ്റ്സുകൾ എടുത്തപ്പോഴാണ് എൻ ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി എന്ന് കിട്ടിയത്. ഇനി രണ്ട് സെറ്റിലും കോമൺ ആയിട്ട് എലിമെൻറ്റ്സ് ഉണ്ടെങ്കിലോ? നമുക്ക് നോക്കാം. കൺസിഡർ ദ സെറ്റ്സ് എ ആൻഡ് ബി ആൻഡ് യു ഈസ് ദി യൂണിവേഴ്സൽ സെറ്റ്. എ ആൻഡ് ബി ആർ സബ്സെറ്റ് ഓഫ് യു. ഇനി എയിൽ എത്ര എലിമെൻറ്റ്സ് ഉണ്ട്? 1 2 3 4 5 അല്ലേ? എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 4 5 ആൻഡ് ബി ഈസ് ഈക്വൽ ടു സെറ്റ് 4 5 6 7 8 9 10. ഈ 4 5 എയിലും ഉണ്ട് ബിയിലും ഉണ്ട്. ദെൻ എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 4 5 6 7 8 9 10 അല്ലേ? എല്ലാ എലമെൻറ്റ്സും എയിലെയും ബിയിലെയും എല്ലാ എലമെൻറ്റ്സും വന്നു. ദെൻ വാട്ട് ഈസ് എൻ ഓഫ് എ? എൻ ഓഫ് എ ഈസ് ഈക്വൽ ടു 5 ആൻഡ് എൻ ഓഫ് ബി ഈസ് ഈക്വൽ ടു 7 അല്ലേ? എത്ര എലമെൻറ്റ്സ് വന്നു? 7 എലമെൻറ്റ്സ്. 1 2 3 4 5 6 7. ഓക്കെ, എൻ ഓഫ് ബി ഈസ് ഈക്വൽ ടു 7. ദെൻ വാട്ട് ഈസ് എൻ ഓഫ് എ യൂണിയൻ ബി? ഇതല്ലേ എ യൂണിയൻ ബി. എൻ ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എത്ര എലമെൻറ്റ്സ് ഉള്ളത്? 10 എലമെൻറ്റ്സ് ഉള്ളത്. എൻ ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു 10. ദെൻ വാട്ട് ഈസ് എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി? എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി ഈസ് ഈക്വൽ ടു എത്ര വന്നു? 5 + 7 അല്ലേ? ഇപ്പം എത്ര കിട്ടി? 12. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? എൻ ഓഫ് എ യൂണിയൻ ബി നോട്ട് ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി വേർ എ ഇൻ്റർസെക്ഷൻ ബി നോട്ട് ഈക്വൽ ടു 5 അല്ലേ? അതായത് കഴിഞ്ഞ റിസൾട്ട് നമ്മൾ എന്താ പഠിച്ചത്? എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു 5 ആണെങ്കിൽ എൻ ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി ആണ്. ഇവിടെ എ ഇൻ്റർസെക്ഷൻ ബി നോട്ട് ഈക്വൽ ടു 5 നൾ സെറ്റ് അല്ല. അപ്പോൾ എൻ ഓഫ് എ യൂണിയൻ ബി നോട്ട് ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി ആണ്. പിന്നെ എന്തായിരിക്കും? ഇവിടെ എയിലും ബിയിലും കോമൺ ആയിട്ട് എത്ര എലമെൻ്റ് ഉണ്ട്? നോക്കി, എയിലും ബിയിലും കോമൺ ആയിട്ട് 2 എലമെൻ്റ് ആണുള്ളത് അല്ലേ? 4ഉം 5ഉം. അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ ഈക്വൽ ആകാഞ്ഞേ? നമ്മൾ എൻ ഓഫ് എ പറഞ്ഞപ്പോൾ എത്ര പറഞ്ഞു? ഈ 4ഉം 5ഉം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് എൻ ഓഫ് എ ഈസ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞത്. അതുപോലെ എൻ ഓഫ് ബി പറഞ്ഞപ്പോൾ ഇവിടെയുള്ള എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 5 എലമെൻറ്റ്സ്. പിന്നെ ഇവിടെയുള്ള ഈ 2 എലമെൻറ്റ്സ് അല്ലേ? അതും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എൻ ഓഫ് ബി ഈസ് ഈക്വൽ ടു 7 എന്ന് പറഞ്ഞത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 4ഉം 5ഉം എയിലും ബിയിലും കോമൺ ആണ്. എൻ ഓഫ് എ പറഞ്ഞപ്പോഴും നമ്മൾ ഈ 2 എലമെൻറ്റിനെ ആഡ് ചെയ്തു. എൻ ഓഫ് ബി പറഞ്ഞപ്പോഴും ഈ 2 എലമെൻറ്റിനെ ആഡ് ചെയ്തു. ഓക്കെ, അത് എയിലെ സെറ്റിലുണ്ട് ബിയിലെ സെറ്റിലുണ്ട്. അപ്പോൾ ഇത് 2 പ്രാവശ്യം നമ്മൾ ആഡ് ചെയ്തു. എൻ ഓഫ് എയുടെ കൂടെ ആഡ് ചെയ്തു, എൻ ഓഫ് ബിയുടെ കൂടെ ആഡ് ചെയ്തു. അതുകൊണ്ടാണ് ഇവിടെ എന്ത് കിട്ടിയത്? എൻ ഓഫ് എ യൂണിയൻ ബി നോട്ട് ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി എന്ന് കിട്ടിയത്. അപ്പോൾ നമുക്കിത് ഒറ്റ പ്രാവശ്യം ആഡ് ചെയ്താൽ പോരെ? മതി അല്ലേ? എൻ ഓഫ് എ പറഞ്ഞപ്പോൾ തന്നെ 4ഉം 5ഉം വന്നു. അതുപോലെ എൻ ഓഫ് ബി പറയുമ്പോഴും 4ഉം 5ഉം വന്നു. അപ്പോൾ എൻ ഓഫ് എ യൂണിയൻ ബി പറയുമ്പോൾ ഇത് ഒരു പ്രാവശ്യം കൂട്ടിയാൽ പോരെ? എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? എയിലെയും ബിയിലെയും എല്ലാ എലമെൻറ്റ്സും അല്ലേ? അപ്പോൾ എയിലെയും ബിയിലെയും എല്ലാ എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ 1 2 3 4 5. ഇവിടെ ഒരു പ്രാവശ്യം നമ്മൾ 4 5 കൗണ്ട് ചെയ്തു. പിന്നെ 6 7 8 9 10. ഓക്കെ, അപ്പോൾ എത്ര വന്നു? 10 അല്ലേ? അപ്പോൾ എൻ ഓഫ് എ യൂണിയൻ ബി പറയുമ്പോൾ നമ്മൾ ഒറ്റ പ്രാവശ്യമേ ഇതിന് കൂട്ടിയാൽ മതി. ഒരു പ്രാവശ്യം ഇവിടെ കൗണ്ട് ചെയ്തു, പിന്നെ ഇതിൻ്റെ കൂടെ ആദ്യം കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എയിലെയും ബിയിലെയും എല്ലാ എലമെൻറ്റ്സുമാണ് എൻ ഓഫ് എ യൂണിയൻ ബി. പക്ഷേ എൻ ഓഫ് എ സെപ്പറേറ്റ് പറഞ്ഞപ്പോൾ ഇവിടെ ഇത് ആഡ് ചെയ്തു, എൻ ഓഫ് ബി പറഞ്ഞപ്പോൾ ഇവിടെ ആഡ് ചെയ്തു. അങ്ങനെ 2 പ്രാവശ്യം ആഡ് ചെയ്തു. അതുകൊണ്ടാണ് എൻ ഓഫ് എ യൂണിയൻ ബി നോട്ട് ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി എന്ന് കിട്ടിയത്. അപ്പോൾ എൻ ഓഫ് എ യൂണിയൻ ബി പറയുമ്പോൾ നമുക്ക് ഇതിനെ ഒറ്റ പ്രാവശ്യം കൗണ്ട് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ 2 എലമെൻറ്റ്, അതായത് കോമൺ ആയിട്ട് വന്നിരിക്കുന്ന ഈ 2 എലമെൻറ്റിനെ നമുക്ക് സബ്സ്ട്രാക്ട് ചെയ്യണം അല്ലേ? അപ്പോൾ എങ്ങനെ എഴുതാം? എൻ ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ക്ലിയർ ആയില്ലേ? അതായത് നമുക്കിവിടെ എത്ര കിട്ടി? എൻ ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു 10 ആണുള്ളത്. ഇവിടെ എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി ഈസ് ഈക്വൽ ടു 12 വന്നിട്ടുണ്ട്. അതായത് ഇവിടെ 2 പ്രാവശ്യം നമ്മൾ ഈ 4നെയും 5നെയും കൗണ്ട് ചെയ്തു. അതുകൊണ്ട് ഇതിനെ എന്ത് ചെയ്യണം? ഒരു പ്രാവശ്യം ഒഴിവാക്കുക. ദാറ്റ് ഈസ് 12 മൈനസ് എത്ര എലമെൻ്റ് ഉള്ളത്? 2 എലമെൻറ്റ്. അപ്പോൾ 12 മൈനസ് 2 എന്ന് കൊടുത്തു. അപ്പോൾ എത്ര കിട്ടി? 10 കിട്ടി. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആയില്ലേ എല്ലാവർക്കും? ദാറ്റ് ഈസ് എൻ ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. എങ്ങനെയാണെങ്കിൽ
എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി നോട്ട് ഈക്വൽ ടു 0 അല്ലേ? അതായത് എ ഇൻ്റർസെക്ഷൻ ബിയിൽ എലമെൻറ്റ്സ് ഉണ്ട്, എ ഇൻ്റർസെക്ഷൻ ബി നോട്ട് ഈക്വൽ ടു 5 ആകുന്ന കേസിൽ. ക്ലിയർ ആയില്ലേ? ഇപ്പം രണ്ടാമത്തെ റിസൾട്ട് നമ്മൾ പഠിച്ചില്ലേ? എന്താണ് രണ്ടാമത്തെ റിസൾട്ട്? ഫോർ എനി സെറ്റ് എ ആൻഡ് ബി എൻ ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഇനി അത് നമുക്ക് ഈ വെൻ ഡയഗ്രം ഉപയോഗിച്ച് ഒന്നും കൂടി നോക്കാം. അപ്പോൾ വെൻ ഡയഗ്രം ഉപയോഗിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഇതാണ് നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ് യു. ഇത് എ എന്ന് പറയുന്ന സെറ്റ്, ബി എന്ന് പറയുന്ന സെറ്റ്. ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഈ പോർഷൻ എന്ത് വരും? എ മൈനസ് ബി അല്ലേ? ഇതോ രണ്ടിലും കൂടി കോമൺ ആയിട്ട് വന്നിരിക്കുന്ന പോർഷൻ എ ഇൻ്റർസെക്ഷൻ ബി. ഇത് മൊത്തമാണെന്ത്? എ എന്ന് പറയുന്ന സെറ്റ്. അപ്പോൾ എ എന്ന് പറയുന്ന സെറ്റ് എന്ന് പറഞ്ഞാൽ എ മൈനസ് ബിയും വന്നു, എ ഇൻ്റർസെക്ഷൻ ബി, ഈ രണ്ടും കൂടി ചേരുന്നതാണ് ഏത്? എ എന്ന് പറയുന്ന സെറ്റ്. അതുപോലെ ഈ പോർഷൻ എന്താ? ബി മൈനസ് എ ആണ്. ഇത് മൊത്തം ബി എന്ന് പറയുന്ന സെറ്റാണ്. ബി മൈനസ് എയും എ ഇൻ്റർസെക്ഷൻ ബിയും കൂടി ചേർന്നാണ് ബി എന്ന് പറയുന്ന സെറ്റ്. ഈ ഒരു പോർഷൻ മാത്രം എന്താ വരുന്നത്? ബി മൈനസ് എ. ക്ലിയർ അല്ലേ? ദെൻ വാട്ട് ഈസ് എ യൂണിയൻ ബി? എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എ മൈനസ് ബി പ്ലസ് എ ഇൻ്റർസെക്ഷൻ ബി പ്ലസ് ബി മൈനസ് എ. ദെൻ വാട്ട് ഈസ് എൻ ഓഫ് എ യൂണിയൻ ബി? അപ്പോൾ എൻ ഓഫ് എ യൂണിയൻ ബിയും എ യൂണിയൻ ബിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? എൻ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ യൂണിയൻ ബി ആണ്. അപ്പോൾ എൻ ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എന്ത് വരണം? ഇതിന് ഓരോന്നും എൻ ഓഫ് എ മൈനസ് ബി പ്ലസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി പ്ലസ് എൻ ഓഫ് ബി മൈനസ് എ അല്ലേ? അതെവിടെ എഴുതിയിട്ടുണ്ട്. എ മൈനസ് ബി, എ ഇൻ്റർസെക്ഷൻ ബി, ബി മൈനസ് എ ആർ 3 ഡിസ്ജോയിൻറ്റ് സെറ്റ്സ്. ഇനി ഇത് നമ്മൾ പഠിച്ചാണ്, ഇതെല്ലാം ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് ആണ് അല്ലേ? എ മൈനസ് ബിയും എ ഇൻ്റർസെക്ഷൻ ബിയും ബി മൈനസ് എ എല്ലാം ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് ആണ്. വി ഹാവ് എൻ ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ മൈനസ് ബി പ്ലസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി പ്ലസ് എൻ ഓഫ് ബി മൈനസ് എ. ഓക്കെ, അതായത് എ യൂണിയൻ ബി എന്ന് പറയുന്നത് എ മൈനസ് ബിയും എ ഇൻ്റർസെക്ഷൻ ബിയും ബി മൈനസ് എയും കൂടി ചേർന്നാണ്. അവിടെ നമ്മൾ നമ്പർ എടുത്തു. ദാറ്റ് ഈസ് എൻ ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ മൈനസ് ബി പ്ലസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി പ്ലസ് എൻ ഓഫ് ബി മൈനസ് എ. നൗ ഈ ആദ്യത്തെ രണ്ട് ടൈം ഒന്ന് ശ്രദ്ധിച്ചേ. എൻ ഓഫ് എ മൈനസ് ബി പ്ലസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഏതാ വരുന്നത്? ഇത് എ മൈനസ് ബി പ്ലസ് എ ഇൻ്റർസെക്ഷൻ ബി. അവിടെ നമ്മൾ നമ്പർ എടുത്തെന്ന് മാത്രം. എൻ ഓഫ് എ മൈനസ് ബി പ്ലസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അപ്പോൾ ഏത് സെറ്റാണ് കിട്ടുന്നത്? എൻ ഓഫ് എ. ഇത് മൊത്തം എ അല്ലേ? എ മൈനസ് ബി പ്ലസ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്ന എ എന്ന് പറയുന്ന സെറ്റാണ്. അപ്പം നമ്പർ ഓഫ് എ മൈനസ് ബി പ്ലസ് നമ്പർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്തോരും? എൻ ഓഫ് എ, നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ. ഇത് മൊത്തം വന്നു അല്ലേ? അപ്പോൾ ഈ രണ്ട് ടേമിന് നമുക്ക് എന്ത് കൊടുക്കാം? എൻ ഓഫ് എ എന്ന് കൊടുത്തു. ഇനി എൻ ഓഫ് ബി മൈനസ് എ ഏതാ? എൻ ഓഫ് ബി മൈനസ് എ ഈ ഒരു പോർഷൻ. ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷനാണ് അല്ലേ? അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇത് മൊത്തം ബി എന്ന് പറയുന്ന സെറ്റ് അല്ലേ? അപ്പോൾ ഇത് മൊത്തം ബി എന്ന് പറയുന്ന സെറ്റാണ്. ഇത് എ ഇൻ്റർസെക്ഷൻ ബി ആണ്, ഇത് ബി മൈനസ് എ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ബി മൈനസ് എ എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു പോർഷൻ എന്താണ്? ഈ മൊത്ത സെറ്റിൽ നിന്നകത്തുനിന്ന്, അതായത് ബി എന്ന് പറയുന്ന സെറ്റിൽ നിന്നും ഈ ഒരു പോർഷൻ എ ഇൻ്റർസെക്ഷൻ ബി പോകുന്നതാണ് ഈ ബി മൈനസ് എ. ക്ലിയർ അല്ലേ? ഒന്നും കൂടെ പറയാം. ഇത് എ ഇൻ്റർസെക്ഷൻ ബിയും ബി മൈനസ് എയും കൂടി ചേരുന്നതാണ് ബി എന്ന് പറയുന്ന സെറ്റ്. ഇനി ഈ രണ്ട് ടേമിന് നമ്മൾ എൻ ഓഫ് എ എന്ന് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് എൻ ഓഫ് ബി മൈനസ് എ ആണ്. അപ്പോൾ ഈ ബി മൈനസ് എ എന്ന് പറയുന്ന പോർഷൻ ബിയിൽ നിന്നും എ ഇൻ്റർസെക്ഷൻ ബി ഒഴിവാക്കുന്ന പോർഷനാണ് ഈ ബി മൈനസ് എ അല്ലേ? അപ്പോൾ നമുക്കിതിന് എന്ത് കൊടുക്കാം? അതിൻ്റെ സ്ഥാനത്ത് നമ്പർ എടുക്കുന്നു. അപ്പോൾ എൻ ഓഫ് ബി മൈനസ് എ ഈസ് ഈക്വൽ ടു എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഇതെവിടെ എഴുതിയിട്ടുണ്ട്. എൻ ഓഫ് ബി മൈനസ് എ ഈസ് ഈക്വൽ ടു എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഇവിടെ നമ്മൾ നമ്പർ എടുക്കുന്നില്ലെങ്കിൽ എങ്ങനെ പറയണം? ബി മൈനസ് എ ഈസ് ഈക്വൽ ടു സെറ്റ് ബി. ഈ ബി എന്ന് പറയുന്ന സെറ്റിൽ നിന്നും എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്ന പോർഷൻ ഒഴിവാക്കുന്നതാണ്. നമ്മൾ അവിടുത്തെ നമ്പർ എടുക്കുന്നു. ദാറ്റ് ഈസ് എൻ ഓഫ് ബി മൈനസ് എ ഈസ് ഈക്വൽ ടു എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഇപ്പോൾ ഇവിടുത്തെ എൻ ഓഫ് ബി മൈനസ് എക്ക് പകരം നമ്മൾ എന്ത് കൊടുത്തു? എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? For any two sets A and B, n of A union B is equal to n of A plus n of B minus n of A intersection B. രണ്ടാമത്തെ റിസൾട്ട്. ഓക്കെ അല്ലേ? അപ്പോൾ നേരത്തെ നമ്മളവിടെ എക്സാമ്പിൾ ഉപയോഗിച്ച് പ്രൂവ് ചെയ്തു. ഇവിടെ നമ്മൾ വെൻ ഡയഗ്രം ഉപയോഗിച്ച് പ്രൂവ് ചെയ്തു. ഓക്കെ, അപ്പോൾ ആദ്യം പഠിച്ച റിസൾട്ട് എന്താ? എനി ടു ഡിസ്ജോയിൻറ്റ് സെറ്റ്. ഇമ്പോർട്ടൻ്റ് ആണ് അവിടെ. എനി ടു ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് എ ആൻഡ് ബി, എൻ ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി. Second result,
ഫോർ എനി ടു സെറ്റ്സ് എ ആൻഡ് ബി. എനി ടു സെറ്റ്സ് എന്നേ പറയുന്നുള്ളൂ അല്ലേ. അതായത് ഏത് രണ്ട് സെറ്റ് എടുത്താലും എൻ ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. ഇനി ഈ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 0 ആണ്, അല്ലെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് നൾ സെറ്റ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ റിസൾട്ട് കിട്ടിയില്ലേ? ഈ പോർഷൻ എന്തായി പോയി? എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി 0 ആയിപ്പോയി. എ ഇൻ്റർസെക്ഷൻ ബി നൾ സെറ്റ് ആണെങ്കിൽ എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 0 ആയിപ്പോയി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റിസൾട്ടിലേക്ക് വരും. എൻ ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി. അപ്പോൾ ഇത് രണ്ടാമത്തെ റിസൾട്ട് ഇമ്പോർട്ടൻ്റ് ആണ്, അതങ്ങനെ പറഞ്ഞു പഠിക്കുക. ഓക്കെ, ഡയഗ്രം ഉപയോഗിച്ച് നമുക്ക് വ്യക്തമായി മനസ്സിലായി. അതിനുശേഷം നന്നായി പറഞ്ഞ് പഠിക്കുക. ഇനി നമ്മൾ നോട്ടിലേക്ക് എഴുതുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോട്ടിൽ എഴുതുന്നില്ല, അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ്. ഇനി ഒരു ബോർഡ് വരുന്നതാണ് നിങ്ങൾ നോട്ടിലേക്ക് എഴുതേണ്ടത്. അപ്പോൾ ഹെഡിങ് എഴുതാം, പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഓഫ് ഓൺ യൂണിയൻ ആൻഡ് ഇൻ്റർസെക്ഷൻ ഓഫ് ടു സെറ്റ്സ്. റിസൾട്ട്സ്. ഫസ്റ്റ് വൺ, ഫോർ എനി ടു ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് എ ആൻഡ് ബി എൻ ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി. വേണമെങ്കിൽ ബ്രാക്കറ്റിൽ എഴുതി വെക്കാം, എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു 5. അതായത് നമ്മളിവിടെ പറയുന്നുണ്ട് ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് എന്ന് പറയുന്നുണ്ട്. ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? കോമൺ എലമെൻറ്റ്സ് ഇല്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റിസൾട്ട് നമ്മൾ പഠിച്ചു. എന്താ പഠിച്ചത്? ഫോർ എനി ടു ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് എ ആൻഡ് ബി എൻ ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി. ഇനി ഒരു നോട്ട് എഴുതാം, ഫോർ എനി 3 ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് എ ബി സി. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇനി ഏത് 3 ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് എടുത്താലും എൻ ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി പ്ലസ് എൻ ഓഫ് സി. ഓക്കെ, സെക്കൻഡ് റിസൾട്ട്, ഫോർ എനി ടു സെറ്റ്സ് എ ആൻഡ് ബി എൻ ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. നമ്മൾ പഠിച്ച റിസൾട്ടാണ് നമ്മൾ നോട്ടിലേക്ക് എഴുതി. ഇനി അതിൻ്റെ പ്രൂഫ് വേണമെങ്കിൽ നമുക്ക് ഡയഗ്രാം വരച്ച് നോക്കാം. പ്രൂഫ് സാധാരണ നിങ്ങൾക്ക് ചോദിക്കാറില്ല, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി, പഠിക്കുമ്പോൾ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഈ വെൻ ഡയഗ്രാം ഒന്ന് വരച്ച് വെക്കുക. നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ് എ എന്ന് പറഞ്ഞ സെറ്റ്, ബി എന്ന് പറഞ്ഞ സെറ്റ്, ഇത് എ മൈനസ് ബി, എ ഇൻ്റർസെക്ഷൻ ബി, ബി മൈനസ് എ മൈനസ് ബി, എ ഇൻ്റർസെക്ഷൻ ബി, ബി മൈനസ് എ ആർ 3 ഡിസ്ജോയിൻറ്റ് സെറ്റ്സ്. വി ഹാവ്, നമ്മൾ നേരത്തെ എഴുതുന്നതാണ്, എൻ ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ മൈനസ് ബി പ്ലസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി പ്ലസ് എൻ ഓഫ് ബി മൈനസ് എ. ഇനി ഈ എൻ ഓഫ് എ മൈനസ് ബി പ്ലസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബിയുടെ സ്ഥാനത്ത് എന്ത് കൊടുത്തു? എൻ ഓഫ് എ കൊടുത്തു. ഇനി എൻ ഓഫ് ബി മൈനസ് എയുടെ സ്ഥാനത്ത് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അപ്പോൾ നോട്ടിലേക്ക് നന്നായി എഴുതുക, എന്നിട്ട് നന്നായി മനസ്സിലാക്കി പഠിക്കുക. ഈ റിസൾട്ടും കൂടി സൈഡിലേക്ക് എഴുതി വെച്ചോളാം. എൻ ഓഫ് ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ് നമ്മളിവിടെ എഴുതിയത്. ഇനി എൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ എൻ ഓഫ് എ മൈനസ് ബി പ്ലസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. ഓക്കെ, ഇനി തേർഡ് റിസൾട്ട്, ഫോർ എനി 3 സെറ്റ്സ് എ ബി സി എൻ ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി പ്ലസ് എൻ ഓഫ് സി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി മൈനസ് എൻ ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ സി പ്ലസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി. അതായത് മൂന്നാമത്തെ റിസൾട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യത്തെ 2 റിസൾട്ടുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പം നമ്മൾ അവിടെ 3 സെറ്റിന് ഒന്ന് എഴുതിയിരുന്നു. ഏതായിരുന്നു? എനി 3 ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് ആണെങ്കിൽ എൻ ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി പ്ലസ് എൻ ഓഫ് സി ആണ്. ഇവിടുത്തെ ഡിഫറൻസ് എന്താ? എനി 3 സെറ്റ്സ് എന്നേ പറഞ്ഞുള്ളൂ, ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് എന്ന് പറയുന്നില്ല. എനി 3 സെറ്റ്സ് എ ബി സി ദെൻ എൻ ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി ഈസ് ഈക്വൽ ടു ആദ്യത്തെ ടേംസ് ഏതാ? നമ്മൾ ആദ്യം എഴുതുപോലെ എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി പ്ലസ് എൻ ഓഫ് സി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി മൈനസ് എൻ ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ സി പ്ലസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി. ഈ റിസൾട്ട് നന്നാക്കി ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക. അതെങ്ങനെയാണ് കിട്ടിയെന്നുള്ളത് പ്രൂഫ് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇവിടെ നമ്മൾ വെൻ ഡയഗ്രം ഉപയോഗിക്കുന്നു, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. വെൻ ഡയഗ്രം ഉപയോഗിക്കുന്നു. 3 സെറ്റ്സ് എ ബി സി എടുത്തു. ഇനി ഈ ഒരു പോർഷൻ നോക്കിയേ, ഈ ഒരു പോർഷൻ ഏതിൻ്റെയൊക്കെ കോമൺ പോർഷനാണ്? ഇത് എ എന്ന് പറയുന്ന സെറ്റ്, ഇത് ബി എന്ന് പറയുന്ന സെറ്റ്. ഇതിന് രണ്ടിനും കൂടി കോമൺ ആയിട്ടുള്ള പോർഷനാണ് ഇവിടം മുതൽ ഇവിടം വരെയുള്ളത്, അല്ലേ? അതിനാണ് ഈ ആരോ ഞാൻ ഈ ഒരു പോർഷനിൽ ഈ പോർഷനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പോർഷനോ, ഇത് സിയുടെ പോർഷനാണ്. ഓക്കെ, എക്കും ബിക്കും കോമൺ ആയിട്ട് വരുന്ന പോർഷൻ ഏതാ? ഇവിടം മുതൽ ഇവിടം വരെയുള്ള പോർഷൻ. അപ്പം നമുക്കത് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് എഴുതി. അടുത്ത് നോക്കിയേ, ഈ ഒരു പോർഷൻ നോക്കിയേ, ഇവിടം മുതൽ ഇവിടം വരെയുള്ളത്, അതായത് ഇവിടം മുതൽ ഇവിടം വരെയുള്ള പോർഷൻ. കട്ട്സ് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇവിടം മുതൽ ഇവിടം വരെയുള്ള പോർഷൻസ് അത് ഏതിൻ്റെയൊക്കെ കോമൺ പോർഷനാ? ബി എന്ന് പറയുന്ന സെറ്റിൻ്റെയും സി എന്ന് പറയുന്ന സെറ്റിൻ്റെയും കോമൺ പോർഷനാണ്, അല്ലേ? അപ്പം ബി ഇൻ്റർസെക്ഷൻ സി എന്ന് എഴുതി.
അടുത്ത പോർഷൻ നോക്കിയേ, ഇവിടം മുതൽ ഇവിടം വരെയുള്ള പോർഷൻ അല്ലേ, ഇവിടം മുതൽ ഇവിടെ വരെയുള്ള പോർഷൻ. അത് ഏതിൻ്റെയൊക്കെ പോർഷൻസാ? കോമൺ പോർഷൻസാ, എയുടെയും സിയുടെയും അല്ലേ. എ എന്ന് പറയുന്ന സെറ്റിൻ്റെയും സി എന്ന് പറയുന്ന സെറ്റിൻ്റെയും പോർഷൻസാണ് ഇവിടം മുതൽ ഇവിടം വരെയുള്ളത്. ദറ്റ് ഈസ് എ ഇൻ്റർസെക്ഷൻ സി. ഇത്രയും കാര്യം എല്ലാവർക്കും വ്യക്തമായില്ലേ? ഇനി ഈ 3 സെറ്റിനും കൂടി കോമൺ ആയിട്ടൊരു പോർഷൻ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ 2 വീതം കോമൺ ആയിട്ടുള്ള പോർഷൻസാണ് നമ്മൾ എഴുതിയത്. 3 സെറ്റിന് എ ബി സിക്ക് കൂടി കോമൺ ആയിട്ടൊരു പോർഷൻ വന്നിട്ടുണ്ട്. ഏതാത്? ഇത് അല്ലേ, ഈ ഓരോ ആരോടെയും സ്റ്റാർട്ട് ചെയ്ത ഈ പോർഷൻ അല്ലേ. ഇതുകൊണ്ട് ഈ ഒരു പോർഷൻ, ഈ ആരോയും ഈ ആരോയും ഈ ആരോയും, ഇത് 3 കൂടി സ്റ്റാർട്ട് ചെയ്യുന്നൊരു പോർഷൻ. അതിനാണ് ഞാനിവിടെ ഈ ആരോടെ സ്റ്റാർട്ട് ചെയ്തത്. ഈ ഒരു പോർഷൻ കണ്ടോ, അത് എയുടെയും ബിയുടെയും സിയുടെയും കോമൺ പോർഷനാണ്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ എ യൂണിയൻ ബി യൂണിയൻ സി, നമ്പർ ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി എടുക്കുന്നു. അപ്പോൾ എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് എ എഴുതുമ്പോൾ ഏത് പോർഷൻ വന്നു? ഈ മൊത്തം പോർഷൻ വന്നു അല്ലേ. ശ്രദ്ധിക്കണം, ഈ ഒരു പോർഷൻ മൊത്തം വന്നു. അപ്പോൾ ഇവിടം മുതൽ ഇവിടം വരെയുള്ള പോർഷൻസ് വന്നിട്ടുണ്ട്. അടുത്ത് എൻ ഓഫ് ബി എന്ന് പറയുമ്പോഴോ ഈ മൊത്തം പോർഷൻസ് അല്ലേ, അതായത് ഇവിടം മുതൽ ഇവിടം വരെയുള്ള പോർഷൻസ് വന്നു. ഓക്കെ അല്ലേ? എൻ ഓഫ് എ എടുത്തപ്പോഴും ഈ ഒരു പോർഷൻ കോമൺ ആയിട്ട് വന്നു, എൻ ഓഫ് ബി എടുത്തപ്പോഴും ഈ ഒരു പോർഷൻ വന്നു. അപ്പോൾ 2 പ്രാവശ്യവും ഈ ഒരു പോർഷൻ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഏത് പോർഷനാ? എ ഇൻ്റർസെക്ഷൻ ബി. എ എന്ന് പറയുന്ന സെറ്റിൻ്റെ നമ്പേഴ്സ് എടുത്തപ്പോഴും ബി എന്ന് പറയുന്ന സെറ്റിൻ്റെ നമ്പേഴ്സ് എടുത്തപ്പോഴും ഈ 2 പോർഷൻ നമ്മൾ ആഡ് ചെയ്തു. പക്ഷെ നമുക്ക് ഒറ്റ പ്രാവശ്യം ആഡ് ചെയ്താൽ പോരെ. അതുകൊണ്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്തത്? ഒരു പ്രാവശ്യം അതിനെ സബ്സ്ട്രാക്ട് ചെയ്തു. എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി 2 പ്രാവശ്യം ആഡ് ചെയ്തുകൊണ്ട് ഒരു പ്രാവശ്യം അതിനെ സബ്സ്ട്രാക്ട് ചെയ്തു. ക്ലിയർ ആയില്ലേ? അതുപോലെ അടുത്തത് എൻ ഓഫ് ബി എടുക്കുമ്പോഴും എൻ ഓഫ് സി എടുക്കുമ്പോഴും ഈ ഒരു പോർഷൻ കണ്ടോ, ഈ ഒരു പോർഷൻ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. എൻ ഓഫ് ബിയിലും ഈ ഒരു പോർഷൻ വന്നു, എൻ ഓഫ് സിയിലും ഈ ഒരു പോർഷൻ വന്നു. 2 പ്രാവശ്യം ആഡ് ചെയ്തു. അതേത് പോർഷനാ? ബി ഇൻ്റർസെക്ഷൻ സി പോർഷനാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ ഒരു പ്രാവശ്യം സബ്സ്ട്രാക്ട് ചെയ്തു, എൻ ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി. ഓക്കെ. അതുപോലെ എൻ ഓഫ് സി എടുക്കുമ്പോഴും എൻ ഓഫ് എ എടുക്കുമ്പോഴും ഈ ഒരു പോർഷൻ കോമൺ ആയിട്ട് 2 പ്രാവശ്യം വന്നിട്ടുണ്ട് അല്ലേ. എയുടെ കൂടെയും ഈ ഒരു പോർഷൻ വന്നു, പിന്നെ സിയുടെ കൂടെയും ഈ ഒരു പോർഷൻ വന്നു. ഇപ്പോൾ 2 പ്രാവശ്യം നമ്മൾ ആഡ് ചെയ്തു. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? നമ്മൾ അതിനെ സബ്സ്ട്രാക്ട് ചെയ്തു, ഒരു പ്രാവശ്യം സബ്സ്ട്രാക്ട് ചെയ്തു, മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ സി. ഇനി ഈ ഒരു കോമൺ പോർഷൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ പോർഷൻ എന്ത് ചെയ്തു? നമ്മൾ ആഡ് ചെയ്യുകയും ചെയ്തു, എല്ലാത്തിൻ്റെയും കൂടെ സബ്സ്ട്രാക്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ പിന്നെ ഈ ഒരു പോർഷൻ വന്നിട്ടുണ്ടോ? ഇല്ല. ഓരോ സെറ്റ് എൻ ഓഫ് എ എടുത്തപ്പോഴും എൻ ഓഫ് ബി എടുത്തപ്പോഴും എൻ ഓഫ് സി എടുത്തപ്പോഴും ഈ ഒരു പോർഷൻ വന്നു. അതുപോലെ സബ്സ്ട്രാക്ട് ചെയ്ത ടേമിൻ്റെ കൂടെയൊക്കെ എന്ത് ചെയ്തു? ഈ ഒരു പോർഷൻ സബ്സ്ട്രാക്ട് ചെയ്യുകയും ചെയ്തു. പക്ഷേ ഈ ഒരു പോർഷൻ നമുക്ക് വേണ്ടേ? വേണം. അത് ഏത് പോർഷനാ? എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി എന്ന് പറയുന്ന പോർഷനാണ്. അതുകൊണ്ട് അതിനെ ഒരു പ്രാവശ്യം ആഡ് ചെയ്തു, എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി. ഇപ്പോൾ ഇതിൻ്റെ പ്രൂഫ് ക്ലിയർ ആയില്ലേ എല്ലാവർക്കും? ഓക്കെ. അപ്പോൾ ഇത് നന്നായി വെൻ ഡയഗ്രം നോക്കി നന്നായി ഒന്ന് മനസ്സിലാക്കുക. അതിനുശേഷം ഇത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. അത് അങ്ങനെ തന്നെ പറഞ്ഞു പഠിക്കണം. എൻ ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി പ്ലസ് എൻ ഓഫ് സി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി മൈനസ് എൻ ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ സി പ്ലസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി. ഓക്കെ. ഇപ്പോൾ നമ്മൾ 3 റിസൾട്ടുകളാണ് പഠിച്ചത്. അത് നന്നായി പഠിച്ച് മനസ്സിലാക്കി വെക്കുക. ഏതൊക്കെയാണ്? എൻ ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി വേർ എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു 5. ഇമ്പോർട്ടൻ്റ് ആണ്, അത് മറന്നു പോകരുത്. എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു 5. രണ്ടാമത്തെ എൻ ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഫോർ എനി സെറ്റ്. ഇനി ഈ ഒരു റിസൾട്ട് പഠിച്ചാൽ തന്നെ നമുക്ക് ഈ റിസൾട്ടിലേക്ക് പോകാം. എങ്ങനെ? എൻ ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. ഇനി എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു 5 അല്ലെങ്കിൽ എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ എൻ ഓഫ് എ യൂണിയൻ ബി എന്ത് വരും? എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി. അതല്ലേ ഇത്? ഓക്കെ. ഇനി തേർഡ് വൺ എൻ ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി പ്ലസ് എൻ ഓഫ് സി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി മൈനസ് എൻ ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ സി പ്ലസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി. അപ്പോൾ ഇതിങ്ങനെ നല്ല വൃത്തിയിലൊരു ബോക്സിലാക്കി എഴുതി പഠിക്കുക. ഓക്കെ. ഇനി ഒരു നോട്ടും കൂടി ഉണ്ട്. നോട്ട് എഴുതുന്നത് നമുക്ക് പ്രോബ്ലം വരുമ്പോൾ യൂസ് ചെയ്യാനാണ്. അതായത് നമ്മുടെ രണ്ടാമത്തെ റിസൾട്ട് എൻ ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ്.
ഇതിനകത്തുനിന്ന് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഈ എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബിനെ ലെഫ്റ്റിലേക്ക് കിടത്തി. അപ്പോൾ ഇതെന്തായി? ഈ പോർഷൻ റൈറ്റിലേക്ക് പോയി. ദാറ്റ് ഈസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ യൂണിയൻ ബി. ഓക്കെ, അത് ഈ ഒരു റിസൾട്ട് പഠിച്ചാൽ മതി. ഇതിനകത്ത് നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേർഡ് പ്രോബ്ലം ആണ് ചെയ്യാനുള്ളത്. അതായത് ഈ യൂണിയനും ഇൻ്റർസെക്ഷനും കോംപ്ലിമെൻ്റ് ഒക്കെ കൂടിയ വേർഡ് പ്രോബ്ലംസ് ആണ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ പ്രോബ്ലംസ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ടേംസ് ഓർത്തിരിക്കുക. കുറച്ച് ഫോമുലാസും അതുപോലെ ടേംസും ഓർത്തിരിക്കണം. അതായത് റിസൾട്ടുകൾ നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. അതിൽ നിന്നും കിട്ടുന്ന ചെറിയ ചെറിയ 2-3 റിസൾട്ടുകളുണ്ട്. അതുപോലെ ടേംസ് ഉണ്ട്. അതൊക്കെ നന്നായി ഒന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ എളുപ്പമാകും. ഫസ്റ്റ് വൺ, എൻ ഓഫ് എ ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ മൈനസ് ബി പ്ലസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അത് നമ്മൾ നേരത്തെ ആ വെൻ ഡയഗ്രം നോക്കി നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. അതുപോലെ എൻ ഓഫ് എ മൈനസ് ബി നമുക്ക് എഴുതാം. ഇതിപ്പോൾ എൻ ഓഫ് ബി മൈനസ് എ ഈക്വൽ ടു എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. അങ്ങനെയാണെങ്കിൽ എൻ ഓഫ് ബി മൈനസ് എ എങ്ങനെ എഴുതാം? എൻ ഓഫ് എ മൈനസ് ബി എങ്ങനെ എഴുതാം? എൻ ഓഫ് എ മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഓക്കെ, എൻ ഓഫ് എ കോംപ്ലിമെൻറ്റ്, അതായത് എ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? യു മൈനസ് എ ആണ്. അവിടെയൊക്കെ നമ്മൾ നമ്പർ ചേർക്കും. ദാറ്റ് ഈസ് എൻ ഓഫ് എ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു എൻ ഓഫ് യു മൈനസ് എൻ ഓഫ് എ. അങ്ങനെയാണെങ്കിൽ എൻ ഓഫ് എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻറ്റോ? എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് എങ്ങനെയാണ് കാണുന്നത്? യു മൈനസ് എ യൂണിയൻ ബി ആണ്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു എൻ ഓഫ് യു മൈനസ് എൻ ഓഫ് എ യൂണിയൻ ബി. ഇനി ഇവിടെ ഇതിനെ നമുക്ക് വേർഡ് പ്രോബ്ലം വരുമ്പോൾ നൈദർ എ നോർ ബി എന്ന് തരാം. നൈദർ എ നോർ ബി ഓർത്തിരിക്കണം. നൈദർ എ നോർ ബി. നൈദർ എ നോർ ബി എന്ന് പറഞ്ഞാൽ എന്താ? എയിലും ഇല്ല ബിയിലും ഇല്ല അല്ലേ? നൈദർ എ നോർ ബി, എയിലും ഇല്ല ബിയിലും ഇല്ല. അപ്പം നൈദർ എ നോർ ബി, എയിലും ഇല്ല ബിയിലും ഇല്ല. അപ്പോൾ ഇൻ്റർസെക്ഷൻ ആണ് വരുന്നത്, രണ്ടിലും ഇല്ല അല്ലേ? നൈദർ എ എന്ന് പറഞ്ഞാൽ എന്താ? എയിലില്ല എന്ന് പറഞ്ഞാൽ എക്ക് പുറത്ത്, ദാറ്റ് ഈസ് എ കോംപ്ലിമെൻറ്റ്. നോർ ബി എന്ന് പറഞ്ഞാലോ ബിയിലും ഇല്ല, അപ്പോൾ ബി കോംപ്ലിമെൻറ്റ്. അപ്പോൾ നൈദർ എ നോർ ബി എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. ഓക്കെ, ഓർത്തിരിക്കുക. നൈദർ എ നോർ ബി എന്ന് പറഞ്ഞാൽ രണ്ടിലും ഇല്ല. രണ്ടിലും ഇല്ലെങ്കിൽ നമ്മൾ ഇൻ്റർസെക്ഷൻ ആണ് ഉപയോഗിക്കുന്നത്. എയിലും ഇല്ല ബിയിലും ഇല്ല എന്ന് പറയുമ്പോൾ കോംപ്ലിമെൻ്റ് ഒന്നും, എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. ദെൻ വാട്ട് ഈസ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്? എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ്. നമ്മുടെ ഡി മോർഗൻസ് ലോ ആണ് അല്ലേ? എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ്. അതല്ലേ ഇവിടെ എഴുതിയിരിക്കുന്നത്? എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ്. ഓക്കെ, അപ്പോൾ നൈദർ എ നോർ ബി വന്നാൽ നമുക്ക് എന്ത് എഴുതാം? എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് എന്ന് എഴുതാം. എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് ആണ് വരുന്നത്. അതെന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻ്റ് ആണ്. അപ്പം നമ്പർ ഓഫ് സെറ്റ്സിലെ എലമെൻറ്റ്സ് അല്ലെ, നമ്പർ ഓഫ് സെറ്റ്സ് കാണാനാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളവിടെ എൻ ഉപയോഗിക്കുന്നത്. എൻ ഓഫ് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എൻ ഓഫ് യു മൈനസ് എൻ ഓഫ് എ യൂണിയൻ ബി. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഓർത്തിരിക്കുക. അതുപോലെ എ ആൻഡ് ബി അല്ലെങ്കിൽ ബോത്ത് ഇങ്ങനെ കണ്ടാൽ എന്തായിരിക്കും? ഇൻ്റർസെക്ഷൻ ആയിരിക്കും. എ ആൻഡ് ബി എന്ന് പറഞ്ഞാലും ബോത്ത് എന്ന് പറഞ്ഞാലും ഇൻ്റർസെക്ഷൻ, എ ഇൻ്റർസെക്ഷൻ ബി. അപ്പോൾ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഇതൊക്കെ ഓർത്തിരിക്കുക. ഇനി എ ഓർ ബി എന്ന് പറഞ്ഞാലോ? ഓർ നമ്മൾ ഏതിനും ഉപയോഗിച്ച് യൂണിയന്, ആൻഡ് ഇൻ്റർസെക്ഷനും അല്ലേ? അപ്പോൾ എ ഓർ ബി അല്ലെങ്കിൽ ഐദർ എ ഓർ ബി. ഇവിടെ നോക്കിയാൽ ഇവിടെ നൈദർ എ നോർ ബി ആണ്, രണ്ടിലും ഇല്ല. ഇവിടെ ഐദർ എ ഓർ ബി, ഒന്നെങ്കിൽ എ അല്ലെങ്കിൽ ബി. അപ്പോൾ നമ്മൾ ഏത് ഉപയോഗിക്കും? എ യൂണിയൻ ബി അല്ലേ? അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വൺ. ഇതൊക്കെ ഏതിനു വേണ്ടി ഉപയോഗിക്കുന്ന? യൂണിയനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. എ ഓർ ബി, ഐദർ എ ഓർ ബി, അറ്റ്ലീസ്റ്റ് വൺ. ഇതൊക്കെ ഏതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന? യൂണിയനെ, എ യൂണിയൻ ബി. ഓക്കെ, പ്രോബ്ലംസ് വരുമ്പോൾ ഓർത്തിരിക്കണം. ഇനി എ ബട്ട് നോട്ട് ബി എന്ന് പറഞ്ഞാൽ എന്താ? എയിലുണ്ട് ബിയിലില്ല. ഇപ്പോൾ ഏത് ഉപയോഗിക്കുന്നത്? എ മൈനസ് ബി അല്ലേ? അതുപോലെ ബി ബട്ട് നോട്ട് എ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ബി മൈനസ് എ. ഇനി നോട്ട് എ എന്ന് പറഞ്ഞാൽ എന്താ? നോട്ട് എ കോംപ്ലിമെൻറ്റ്. നോട്ട് ബി എന്ന് പറഞ്ഞാൽ ബി കോംപ്ലിമെൻറ്റ്. അപ്പോൾ ഇതെല്ലാം നന്നായി ഒന്ന് മനസ്സിലാക്കി എഴുതി വെച്ചോ. ഒരു ബുക്കിൽ എഴുതി വെക്കുക, നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് എഴുതി വെച്ചോ. അപ്പോൾ നിങ്ങൾക്ക് പിന്നീട് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ എളുപ്പമാകും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നന്നായി പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പ്രോബ്ലംസ് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് വൺ, if x and y are two sets such that x union y has 50 elements, x has 28 elements and y has 32 elements, how many elements does x intersection y have? അപ്പോൾ ഇതിൽ ഈ സെക്ഷനിനകത്ത് നിങ്ങൾക്ക് ഇങ്ങനെ അധികം വേർഡ് പ്രോബ്ലംസ് ആണ് വരുന്നത്. ഒരു ക്വസ്റ്റ്യൻ എന്തായാലും എക്സാമിന്
മസ്റ്റായിട്ടും ചോദിക്കും. ഈ ഒരു പാർട്ടിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ചോദിച്ചിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച റിസൾട്ടുകളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലംസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ നന്നായി ഒന്ന് നോക്കി വായിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം തന്നിരിക്കുന്ന കാര്യങ്ങൾ ഓരോന്നായിട്ട് എടുത്തെഴുതുക. അപ്പോൾ ഇതിനെ നമ്മൾ സെറ്റിൻ്റെ ഫോമിലേക്ക് മാറ്റി എഴുതുന്നു. ഇഫ് എക്സ് ആൻഡ് വൈ ആർ ടു സെറ്റ്സ് സച്ച് ദാറ്റ് എക്സ് യൂണിയൻ വൈ ഹാസ് 50 എലമെൻറ്റ്സ്. അപ്പോൾ നമ്മൾ ഏത് ഉപയോഗിക്കും? എൻ്റെ റെപ്രസെൻറ്റേഷൻ എന്താ? എക്സ് യൂണിയൻ വൈ ഹാസ് 50 എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ എൻ ഓഫ് എക്സ് യൂണിയൻ വൈ അല്ലേ? അങ്ങനെ നമ്മൾ അതിനെ തന്നിരിക്കുന്നതിനെ ഓരോന്നായിട്ട് മാറ്റി എഴുതുന്നു. എക്സ് ഹാസ് 28 എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാലോ എൻ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 28 ആൻഡ് വൈ ഹാസ് 32 എലമെൻറ്റ്സ്, ദാറ്റ് ഈസ് എൻ ഓഫ് വൈ ഈസ് ഈക്വൽ ടു 32 എലമെൻറ്റ്സ്. ഹൗ മെനി എലമെൻറ്റ്സ് ഡസ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ ഹാവ്? എക്സ് ഇൻ്റർസെക്ഷൻ വൈയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? അപ്പോൾ അതിനെ നമ്മൾ ഓരോന്നായിട്ട് എടുത്തെഴുതുന്നു. തന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം എടുത്തെഴുതുന്നു. എൻ ഓഫ് എക്സ് യൂണിയൻ വൈ ഈസ് ഈക്വൽ ടു 50, എൻ ഓഫ് എക്സ് ഈക്വൽ ടു 28, എൻ ഓഫ് വൈ ഈസ് ഈക്വൽ ടു 32. നമുക്ക് എന്താ കാണേണ്ടത്? എൻ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ അല്ലേ? ഹൗ മെനി എലമെൻറ്റ്സ് ഡസ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ എന്നാണ്. അപ്പോൾ എൻ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് നമ്മൾ എടുത്തെഴുതി, നമുക്ക് അറിയത്തില്ല, നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഈ ടേംസ് എല്ലാം ഉള്ള ഫോർമുല നമ്മൾ പഠിച്ചല്ലോ. യൂണിയന് എൻ ഓഫ് എക്സ് യൂണിയൻ വൈ, എൻ ഓഫ് എക്സ്, എൻ ഓഫ് വൈ, എൻ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ, എയും ബി ഉപയോഗിച്ച് നമ്മൾ പഠിച്ചില്ലേ? അപ്പോൾ ആ ഫോർമുല ആദ്യം നമ്മൾ എഴുതുന്നു. എൻ ഓഫ് എക്സ് യൂണിയൻ വൈ ഈസ് ഈക്വൽ ടു എൻ ഓഫ് എക്സ് പ്ലസ് എൻ ഓഫ് വൈ മൈനസ് എൻ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ. ഇനി എന്ത് ചെയ്യാം? നോക്കിക്കേ, ഇവിടെയുള്ള ഈ എത്ര ടേംസ് ഉണ്ട്? 4 ടേംസ് ഉണ്ട്. അതിൽ 3 നമുക്ക് തന്നിട്ടുണ്ട്. ബാക്കി ഒരെണ്ണമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലത്തിലെല്ലാം ഇങ്ങനെയായിരിക്കും, ഏതെങ്കിലും ഒരു ടേം ആയിരിക്കും കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന 3 ടേംസ് ഇങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതിനകത്ത് ഈ ഒരു ടേം നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ഒന്നിലേക്ക് നിങ്ങൾക്ക് ഇവിടെ ഡയറക്റ്റ് ഇങ്ങനെ എൻ ഓഫ് എക്സ് യൂണിയൻ വൈയുടെ 50 കൊടുക്കാം, എൻ ഓഫ് എക്സ് 28 കൊടുക്കാം, എൻ ഓഫ് വൈ 32 കൊടുക്കുന്നു. ഇനി ഈ ടേം കണ്ടുപിടിക്കണം. ഈ ടേം കണ്ടുപിടിക്കാൻ വേണ്ടി ഇത് എന്ത് ചെയ്യുന്നു? ഇതിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കടത്തുന്നു. അപ്പോൾ അത് പ്ലസ് ആയി മാറി. ഈ എൻ ഓഫ് എക്സ് യൂണിയൻ വൈനെ റൈറ്റിലേക്കും കടത്തുന്നു. അല്ലെങ്കിൽ നമ്മൾ ഇതിനകത്ത് നിന്നൊരു റിസൾട്ട് എടുത്തെഴുതി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു? എൻ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ ഈസ് ഈക്വൽ ടു, ഈ ടേമിനെ നേരെ ഇപ്പുറത്തേക്ക് തന്നെ കടത്തിയിട്ട് എഴുതി. എൻ ഓഫ് എക്സ് പ്ലസ് എൻ ഓഫ് വൈ, ഇതിനിപ്പുറം കടത്തി എൻ ഓഫ് എക്സ് യൂണിയൻ വൈ. എന്നിട്ട് ഇതിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി. അതെങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഒന്നില്ലേ ഇവിടെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ എടുത്ത് എഴുതിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ എൻ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ ഈസ് ഈക്വൽ ടു എൻ ഓഫ് എക്സ് എത്രയാ? 28 പ്ലസ് എൻ ഓഫ് വൈ എത്രയാ? 32 മൈനസ് എൻ ഓഫ് എക്സ് യൂണിയൻ ബൈ 50. ഇതെല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എത്ര കിട്ടി? വിച്ച് ഈസ് ഈക്വൽ ടു 10. ദെർഫോർ എൻ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ ഈസ് ഈക്വൽ ടു 10. ക്ലിയർ ആയില്ലേ? ഓക്കെ. Second question, if x and y are two sets such that n of x equal to 70, n of y is equal to 23 and n of x union y is equal to 38, find n of x intersection y. അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലേ? അപ്പോൾ നമ്മൾ വേഗം തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതുന്നു. n of x union y is equal to 38, n of x equal to 17, n of y is equal to 23, then n of x intersection y കണ്ടുപിടിക്കണം. നമ്മുടെ ഫോർമുല നമുക്കറിയാം, ഫോർമുല എഴുതി വെച്ചു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു അല്ലേ? ഇത് എൻ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ ലെഫ്റ്റ് സൈഡിലേക്ക് കടത്തിയ ആ ഫോർമുലയാണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് എഴുതി അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി. ദെൻ വിച്ച് ഈസ് ഈക്വൽ ടു 17 പ്ലസ് 23 മൈനസ് 38 വിച്ച് ഈസ് ഈക്വൽ ടു 2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എൻ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. ക്ലിയർ ആയില്ലേ? ഇവിടെ ശ്രദ്ധിച്ചേ, ഈ ക്വസ്റ്റ്യൻ വേണം നമുക്ക് ഡയറക്റ്റും ചെയ്യാം. എങ്ങനെയാ? എൻ ഓഫ് എക്സ് യൂണിയൻ വൈ 38 ആണ്, എൻ ഓഫ് എക്സ് 17, എൻ ഓഫ് വൈ 23. അപ്പോൾ എൻ ഓഫ് എക്സ് പ്ലസ് എൻ ഓഫ് വൈ എത്ര വരും? 40 വരും. പക്ഷെ നമുക്ക് എവിടെ എത്ര ഉള്ളൂ? യൂണിയൻ എത്രയേ ഉള്ളൂ? 38 ഉള്ളൂ. അപ്പോൾ എത്രേൻ്റെ ഡിഫറൻസ് വന്നു? 2ൻ്റെ അല്ലേ? അപ്പോൾ ആ 2 എന്ന് പറയുന്നത് ഇത് രണ്ടിലും പെടുന്നവരായിരിക്കും. പക്ഷെ നമ്മൾ എക്സാമിന് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ ഫോർമുല ഉപയോഗിച്ച് ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ ഗ്രൂപ്പ് ഓഫ് 400 പീപ്പിൾ 250 കാൻ സ്പീക്ക് ഹിന്ദി ആൻഡ് 200 കാൻ സ്പീക്ക് ഇംഗ്ലീഷ്. How many people can speak both Hindi and English? ടോട്ടൽ 400 പീപ്പിൾ ഉണ്ട്. അതിൽ 250 പേര് ഹിന്ദി സംസാരിക്കുന്നു, 200 പേര് ഇംഗ്ലീഷ് സംസാരിക്കുന്നു. ഹൗ മെനി പീപ്പിൾ കാൻ സ്പീക്ക് ബോത്ത് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്? ഇത് രണ്ടും സംസാരിക്കുന്നവർ എത്ര പേരുണ്ട്? അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ ഹിന്ദീനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ എച്ച് ഉപയോഗിച്ചു, അതുപോലെ ഇംഗ്ലീഷിനെ ഇ ഉപയോഗിച്ചു. ദെൻ എൻ ഓഫ് എച്ച് എത്രയാ? 250, എൻ ഓഫ് ഇ 200, എൻ ഓഫ് എച്ച് യൂണിയൻ ഇ 400 അല്ലേ? ദെൻ വാട്ട് ഈസ് എൻ ഓഫ് എച്ച് ഇൻ്റർസെക്ഷൻ ഇ? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ ഫോർമുല എഴുതുന്നു. എൻ ഓഫ് എച്ച് ഇൻ്റർസെക്ഷൻ ഇ ഈസ് ഈക്വൽ ടു എൻ ഓഫ് എച്ച് പ്ലസ് എൻ ഓഫ് ഇ മൈനസ് എൻ ഓഫ് എച്ച് യൂണിയൻ ഇ.
വിച്ച് ഈസ് ഈക്വൽ ടു ഇപ്പോൾ നമ്മൾ ചെയ്ത അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ് 250 + 200 - 400 വിച്ച് ഈസ് ഈക്വൽ ടു 50. ദാറ്റ് ഈസ് n of h intersection ഈസ് ഈക്വൽ ടു 50. Next question, if S and T are two sets such that S has 21 elements, T has 32 elements and S intersection T has 11 elements, how many elements does S union T have? Question ശ്രദ്ധിച്ചോ? ഇവിടെ എന്താ കണ്ടുപിടിക്കണ്ടേ? S യൂണിയൻ Tയിലെ എലമെന്റ്സിനെയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? S and T are two sets such that S has 21 elements, അതായത് n of S 21 ആണ് തന്നിട്ടുണ്ട്, പിന്നെ n of T 32 ആണ് തന്നിട്ടുണ്ട്, n of S intersection T 11 ആണ് തന്നിട്ടുണ്ട്. ഇനി n of S യൂണിയൻ T ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യനകത്തൊക്കെയോ ഇന്റർസെക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഇവിടെ യൂണിയൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓരോന്നായിട്ട് എടുത്തെഴുതുന്നു. n of S ഈസ് ഈക്വൽ ടു 21, n of T ഈസ് ഈക്വൽ ടു 32, n of S intersection T ഈസ് ഈക്വൽ ടു 11, then what is n of S യൂണിയൻ T? ഇതേ ഫോമുല തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതിലുള്ള ടേംസ് തന്നെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് n of S യൂണിയൻ T ഈസ് ഈക്വൽ ടു n of S പ്ലസ് n of T മൈനസ് n of S intersection T. നമ്മൾ പഠിച്ച ഫോമുല. ഇവിടെ എസിൻ്റെ ഇൻ്റർസെക്ഷൻ കാണാൻ നേരം നമ്മൾ ഇതിനെ ഈ ടേമിനെ ഇപ്പുറ സൈഡിലേക്ക് എടുത്തി. ഇവിടെ അതേ ഫോമുല തന്നെയാണ് ചെയ്യേണ്ടത്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? യൂണിയൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. നേരെ ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് 21 പ്ലസ് n of S 21 ആണ്. 21 പ്ലസ് 32 മൈനസ് 11 വിച്ച് ഈസ് ഈക്വൽ ടു 42. കിട്ടിയില്ലേ? ഇനി ഇതൊക്കെ നമുക്ക് എങ്ങനെ ചെയ്യാം? വെൻ ഡയഗ്രം ഉപയോഗിച്ചും എളുപ്പത്തിൽ ചെയ്യാം. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് യൂസിങ് വെൻ ഡയഗ്രം എന്ന് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ വെൻ ഡയഗ്രം ഉപയോഗിച്ച് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം നമ്മുടെ യൂണിവേഴ്സ് സെറ്റ് വരച്ചു. എയും ബിയും രണ്ട് സെറ്റ് ഇൻ്റർസെക്ഷൻ ഉണ്ട്. ഇൻ്റർസെക്ഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ എയും ബിയും കൂടി ജോയിൻ ചെയ്ത് വരച്ചു. ഇത് എസ് എന്ന് പറയുന്ന സെറ്റാണ്, ടി എന്ന് പറയുന്ന സെറ്റ്. ഇനി നമുക്ക് ഇൻ്റർസെക്ഷൻ തന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ആദ്യം നമ്മൾ ആ കോമൺ എലമെൻറ്റ്സ് അത് എത്രയാണ്? 11 ആണ്. അത് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തു. ഇനി നമുക്ക് വേണ്ട ഈ പാർട്ടിലെ എലമെൻറ്റ്സ് ആണ്. ഈ പാർട്ട് എന്ന് പറയുമ്പോൾ ഏത് പോർഷനാണ് ഇവിടെ വരുന്നത്? എ മൈനസ് ബി അല്ലേ? ഈ പോർഷൻ ബി മൈനസ് എ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, n of S എത്രയാണ്? 21 ആണ്. അത് നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ എസ്സിലുള്ള 11 എലമെൻറ്റ്സ് ഇവിടെ വന്നിട്ടുണ്ട്. അതായത് എസ്സിലും ടിയിലും കോമൺ ആണ് ഈ 11 എലമെൻറ്റ്സ്. അതുകൊണ്ട് ബാക്കിയുള്ള എലമെൻറ്റ്സ് അല്ലേ ഇവിടെ വരുള്ളൂ. ഈ പോർഷൻ, അതായത് ഈ പോർഷൻ എന്താ വരുന്നത്? എസ് മൈനസ് ടി ആണ്. അതായത് ഈ 11 എന്ന് പറയുന്ന ഇത്രയും എലമെൻറ്റ്സ് ഇവിടെ നിന്ന് ഒഴിവാകണം. അപ്പോൾ ഇത് എത്രയായിരിക്കും വരുന്നത്? n of S ടോട്ടൽ എത്രയാ? 21. അതിൽ നിന്നും 11 പോയി, ബാക്കി എത്ര വന്നു? 10. ഓക്കെ, അതുപോലെ ഇവിടെ വരുന്ന ഏത് പോർഷനാ? ടി മൈനസ് എസ് അല്ലേ? n of T എത്രയാണ് തന്നിരിക്കുന്നത്? 32 ആണ്. അതിൽ 11 ഇവിടെ വന്നു കഴിഞ്ഞു. ബാക്കി ഇവിടെ എത്ര വരും? 32 നിന്ന് 11 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര വന്നു? 21. കിട്ടിയില്ലേ? ഇപ്പം നമുക്ക് ഇപ്പം നോക്കിക്കേ, നമുക്കിവിടെ ഒറ്റ നോട്ടത്തിൽ പറയാം ടോട്ടൽ എലമെൻറ്റ്സ് എത്രയാ, n of S എത്രയാ, n of T എത്രയാ, n of S intersection T എത്രയാണ്. ഓക്കെ, ഇപ്പം നമുക്ക് എന്തായിരുന്നു കണ്ടുപിടിക്കേണ്ടത്? S യൂണിയൻ T ആണ്. S യൂണിയൻ T എന്ന് പറഞ്ഞാൽ എസ്സിലെയും ടിയിലെയും എല്ലാ എലമെൻറ്റ്സും. അപ്പോൾ എത്ര കിട്ടി? 10 പ്ലസ് 11 പ്ലസ് 21. അപ്പോൾ എത്ര കിട്ടി? 42. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി നിങ്ങൾക്ക് വെൻ ഡയഗ്രം ഉപയോഗിച്ചും എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. n of S union T is equal to 42 എടുത്ത് എഴുതുക. Fifth question, in a school there are 20 teachers who teach mathematics or physics. Of these 12 teach mathematics and 4 teach both physics and mathematics. How many teach physics? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിനെ നമ്മൾ തന്നതായിട്ട് ഓരോന്നായിട്ട് എടുത്തെഴുതുന്നു. There are 20 teachers who teach mathematics or physics അല്ലേ? അപ്പോൾ മാത്തമാറ്റിക്സ് ഓർ ഫിസിക്സ് വരുമ്പോൾ എന്ത് വരും? യൂണിയൻ അല്ലേ? അപ്പോൾ മാത്തമാറ്റിക്സ് നമ്മൾ എം എന്നും ഫിസിക്സിനെ പി എന്നും റെപ്രസെൻറ്റ് ചെയ്യുന്നു. n of m യൂണിയൻ പി ഈസ് ഈക്വൽ ടു 20. ദെൻ n of m മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്നവർ എത്ര പേരാണ്? 12. ആൻഡ് അടുത്ത ഏതാ? n of m ഇൻ്റർസെക്ഷൻ പി. രണ്ടും മാത്തമാറ്റിക്സും ഫിസിക്സും പഠിപ്പിക്കുന്നവർ 4 പേരാണ്. ദാറ്റ് ഈസ് n of m ഇൻ്റർസെക്ഷൻ പി ഈസ് ഈക്വൽ ടു 4. ഹൗ മെനി ടീച്ച് ഫിസിക്സ്? അപ്പോൾ ഫിസിക്സ് പഠിപ്പിക്കുന്നവരുടെ എണ്ണം അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. n of p അല്ലേ? അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലത്തിലൊക്കെ നമുക്ക് 3 ടേംസ് തന്നിട്ടുണ്ടായിരിക്കും. അതിലേതെങ്കിലും ഒരു ടേം ആയിരിക്കും നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഫോർമുല n of m യൂണിയൻ p ഈക്വൽ ടു n of m പ്ലസ് n of p മൈനസ് n of m ഇൻ്റർസെക്ഷൻ p. ദെൻ m യൂണിയൻ p തന്നിട്ടുണ്ട് 20.
20 ഈസ് ഈക്വൽ ടു 12 പ്ലസ് എൻ ഓഫ് പി മൈനസ് 4. ദർഫോർ ഇതിനകത്ത് നമ്മൾ എൻ ഓഫ് പി കണ്ടുപിടിക്കുന്നു. എൻ ഓഫ് ബി ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 12 എന്ന് കിട്ടി. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് വെൻ ഡയഗ്രം ഉപയോഗിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അത് നിങ്ങൾ തന്നെത്താനെ ചെയ്ത് നോക്കണേ. യൂണിവേഴ്സൽ സെറ്റ്, 2 സെറ്റ്, എമ്മും പിയും, മാത്സ് പഠിപ്പിക്കുന്നവരും പി ഫിസിക്സ് പഠിപ്പിക്കുന്നവരും. ഇനി രണ്ടിലും കൂടി എത്ര പേരുണ്ട്? 4 അല്ലേ? രണ്ടും പഠിപ്പിക്കുന്നത് 4 പേരുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എൻ ഓഫ് എം എത്രയാണെന്ന് തന്നിട്ടുണ്ട്. മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്നവർ 12 ആണ്. അതിൽ 4 പേര് ഇതിനകത്ത് വന്നു കഴിഞ്ഞു. അപ്പോൾ ബാക്കി ഇവിടെ എത്ര പേര് വരും? 8 അല്ലേ? ഇനി നമുക്ക് എന്താ വേണ്ടത്? ഏതാ കണ്ടുപിടിക്കണ്ടേ? എൻ ഓഫ് പി ആണ്. ഫിസിക്സ് പഠിപ്പിക്കുന്നവരാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ടോട്ടൽ എത്ര പേരാണ് ഉള്ളത്? 20 അല്ലേ? ടോട്ടൽ 20 ആണ്. അതിൽ ഇവിടെ എത്ര വന്നു കഴിഞ്ഞു? 8 പ്ലസ് 4 12 വന്നു കഴിഞ്ഞു അല്ലേ? ബാക്കി എത്ര വേണമെങ്കിൽ നമുക്ക്? 8 അല്ലേ? അതായത് ആ 8 എങ്ങോട്ടേക്ക് വന്നു? ബാക്കി ഇവിടെ 4ഉം ഇവിടെ 8ഉം വന്നു കഴിഞ്ഞു. ടോട്ടൽ 20 ആണ് വേണ്ടത്. അതിൽ ബാക്കി 8 ഇവിടെ വന്നു അല്ലേ? ഇനി നോക്കിക്കേ, ഇപ്പം ടോട്ടൽ എത്രയായി? 8 4 12 4 20. എം യൂണിയൻ ബി 20 കിട്ടി അല്ലേ? ഇനി എൻ ഓഫ് എം എത്രയാണ്? 12 ആണ്. ഇത് കറക്റ്റ് അല്ലേ? 8 4 8 പ്ലസ് 4 12 വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എൻ ഓഫ് പി എത്രയായിരിക്കും? 8 പ്ലസ് ഈ 4 രണ്ടിലും കോമൺ ആണ്. ഇത് ഫിസിക്സ് മാത്രമാണെങ്കിൽ ഇത് വന്നു. ഇത് ഫിസിക്സും മാത്സും പഠിപ്പിക്കുന്നവർ 4 പേരുണ്ട്. അപ്പോൾ എത്ര വന്നു? 12 അല്ലേ? അപ്പോൾ നമുക്ക് എൻ ഓഫ് പി ഈസ് ഈക്വൽ ടു 12 എന്ന് എഴുതാം. ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇന്ന് ഈ 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ നമ്മളിപ്പം എക്സസൈസ് 1.6 ക്വസ്റ്റ്യൻസും എക്സാമ്പിൾസും വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിങ്ങൾക്ക് അസൈൻമെൻ്റ് ആയിട്ട് 2 ക്വസ്റ്റ്യൻ തരുന്നുണ്ട്. അത് ക്വസ്റ്റ്യൻ നമ്പർ 2 and 5. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായി ആ റിസൾട്ടുകളൊക്കെ നന്നായി പഠിച്ച് മനസ്സിലാക്കി നോട്ടിലേക്ക് എഴുതിയെടുക്കുക. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എക്സസൈസ് 1.6 ക്വസ്റ്റ്യൻ നമ്പർ 2, 5 ആൻഡ് എക്സാമ്പിൾ 25 ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതായത് 1.6 4 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. എക്സാമ്പിൾസും വർക്കൗട്ട് എക്സാമ്പിൾസും ചെയ്തിട്ടുണ്ട്. അതിൽ എക്സസൈസ് 1.6 2ഉം 5ഉം നിങ്ങൾ അസൈൻമെൻ്റ് ആയിട്ട് ചെയ്യണം. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.